അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ഷോളിൻ്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. ഈ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്ത ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ചുരിദാറാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാൻറ്റും ടോപ്പും സ്ലിറ്റഡ് ഓപ്പണുള്ള ടോപ്പായിരുന്നു. പിന്നെ ഷോളും എല്ലാം ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഷോളിൻ്റെ ചെറിയൊരു ഡിസൈനിങ് വീഡിയോ ആണ്. ഞാൻ 2.25 മീറ്റർ ക്ലോത്താണ് ഷോളിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലർ 2.5 മീറ്റർ വെച്ചിട്ടൊക്കെ ഷോൾ ചെയ്യുന്നവരുണ്ട്. നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ 2.5 ഒക്കെ വേണ്ടി വരും. സാധാരണ നമ്മൾ നോർമലായിട്ട് 2.25 വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ലേസൊക്കെയാണ് നമ്മൾ ഇതിലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു സ്കാലപ്പ് ടൈപ്പ് ലേസായിരുന്നു. ഞാൻ മെഷീൻ സ്കാലപ്പ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലേസ് കണ്ടപ്പം എനിക്കധികം ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ലേസ് വാങ്ങിയിട്ട് ആണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ 2 പീസും കൂടി ജോയിൻ ആയിക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ മതി. ഒറ്റ പീസിനാണ് റേറ്റ് വരുന്നത്, മീറ്ററിന് റേറ്റ് വരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 90 റുപ്പീസായിരുന്നു പെർ മീറ്ററിന്. ഇതിൽ ഇങ്ങനെ ഫുൾ സ്റ്റോണാണ്, വൈറ്റ് സ്റ്റോണാണ് വന്നിട്ടുണ്ടായിരുന്നത്, സിൽവറിൻ്റെ സ്റ്റോണ്. അപ്പം ഞാനിത് 2.25 മീറ്റർ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഒരു സൈഡിലേ വെച്ച് കൊടുക്കുന്നുള്ളൂ ഷോളിൻ്റെ. അതായത് നമ്മൾ ഷോൾ തലയിലിടുകയാണെങ്കിൽ ആ ഒരു ഭാഗത്താണ് ഈ ഒരു ലേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ സൈഡിൽ ലേസൊന്നും വെക്കുന്നില്ല. പിന്നെ വേറെ ഒരു ലേസും കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മളെ സ്റ്റോൺ ചെയിനില്ലേ, ഈ ഒരു ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഷോളിൻ്റെ മറ്റേ 2 സൈഡിലോട്ടായിട്ട് താഴേക്ക് വരുന്ന ആ 2 സൈഡിൽ സിമ്പിളാക്കി കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ലേസിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ പല റേറ്റും വരുന്നുണ്ട്. കാരണം ആ ഒരു സ്റ്റോണിൻ്റെ സൈസ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഞാനിത് കുറച്ച് ചെറിയ സൈസ് ആയതുകൊണ്ട് 35 റുപ്പീസോ 45 റുപ്പീസോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഈ ഒരു ലേസ് എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു B7000 ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് സ്റ്റോണും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ 4 സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് ഒട്ടിച്ച് കൊടുക്കണം. ഏത് ലേസാണോ അതിൻ്റെ താഴെ ഗ്ലൂ ആക്കിയിട്ട് ഇവിടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ ഗ്ലൂ ഒക്കെ ആക്കി നമ്മൾ ഒട്ടിക്കുമ്പോൾ 24 hours കഴിഞ്ഞിട്ട് വേണം ആ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട്. കാരണം 24 hours കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡറിങ് അയണൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഒരു കരഭാഗമൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആ ഒരു ഷേപ്പിൽ. പക്ഷേ ഞാനിപ്പോൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്യണില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ കരഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട, ലേസാണ്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അടുത്തത് ഞാൻ ഈ ഒരു സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ല, ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇത് ആരി വർക്കൊക്കെ അറിയുന്നവരാണെങ്കിൽ നമ്മളുടെ ആരി സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ഒട്ടിച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ, ആ ഒരു സ്റ്റിച്ച് കാണാത്ത രീതിയിൽ. ഇനി ഞാനിതിൽ ഓരോ സ്റ്റോണാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഡോട്ടറായിട്ട് ഗ്ലൂ ആക്കിയിട്ട് സ്റ്റോൺ വെച്ച് കൊടുത്താൽ മതി. ഇത് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ അങ്ങനെ ഒരുപാട് സ്റ്റോൺസ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോൺസൊക്കെ ശരിക്കും ഒട്ടാതെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ഷോൾ ഫൈനലായിട്ട് കാണാൻ. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.